ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഒരുങ്ങി റെഡിയായി പോകുന്നത് കാണുമ്പോൾ തന്നെ ഇടത്തേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാനും നന്ദൂട്ടിയും ദേവൂട്ടിയും കൂടിയാണ് പോകുന്നത്. പിന്നെ നമ്മളെ കൂടെ രണ്ടാൾക്കാരും കൂടി ഉണ്ട് കേട്ടോ. നമ്മളെ റിക്കൂട്ടനും പൂജയും ഇപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മളെ റിക്കൂട്ടൻ്റെ കൂടെയുള്ള ഒരു ദിവസം നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കറങ്ങാൻ പോകാമെന്ന് കേട്ടോ. കണ്ണൂരേക്കാണ് പോകുന്നത്. അപ്പോൾ റിക്കൂട്ടനും പൂജ ആരാന്ന് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും. ഇൻസ്റ്റയിൽ പൂജ എന്ന് ഇതിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൂജേൻ്റെ അക്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ യൂട്യൂബിൽ നിതിൻസ് ഡ്രീം വേൾഡ് എന്നുള്ള ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അവരെ വീഡിയോസ് എല്ലാം കാണുക. അവരെ വിശേഷങ്ങളെല്ലാം ആ ചാനലിൻ്റെ അകത്ത് പൂജ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മക്കളെയും കൊണ്ടൊന്ന് പുറത്ത് പോയി കറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ട് നേരെ നമ്മൾ പോയത് കണ്ണൂരേക്കാണ്. അപ്പോൾ ബസ്സിൽ നിന്നൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട് മക്കൾക്കൊരു ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ അവരെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ ബസ്സിലിരിക്കലായിരുന്നു കേട്ടോ. അവരെ ഉറക്കമായിരുന്നു ഒരു ബസ്സിൽ, അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ റിക്കൂട്ടനും പൂജ ചെയ്ത് നമ്മളെ കൂടെയുണ്ട്. നമ്മൾ ചുഴലീനെ ഒരുമിച്ചാണ് വന്നിട്ടുണ്ടായിന്. അപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിള്ളേർക്ക് ഇതാ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മൂന്നാൾക്ക് ഐസ്ക്രീമും വാങ്ങി നമ്മൾ പിന്നെ ഓരോ എന്താണ് ചിക്കു ഷെയ്ക്കും വന്നിട്ടാണ് പറഞ്ഞിട്ടുണ്ടായ. ദേവൂട്ടി സ്ട്രോബെറി ഐസ്ക്രീമും നമ്മളെ റിക്കൂട്ടനും നന്ദുവും പിന്നെ വാനില ഐസ്ക്രീമും വന്നിട്ടാണ് വാങ്ങിയിട്ടുണ്ടായത്. അമ്മേൻ്റെ ഷെയ്ക്ക് കണ്ടായിരുന്നു റിക്കൂട്ടിന് ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഓൻ നടന്ന് ഷെയ്ക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. പോയപാടൊന്നും ആൾ അങ്ങനെ നമ്മളോട് അടുക്കുന്നുണ്ടായിട്ടില്ല. മുന്നേ നമ്മൾ കണ്ടിട്ടെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം പൂജ മോനെയും കൂട്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിനി, ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിനും അങ്ങനെയെല്ലാം കാണലുണ്ട്. പിന്നെ അപ്പോൾ കണ്ട് പരിചയമെല്ലാം ഉണ്ട്. എന്നാലും ഓൻ നമ്മളായിട്ട് അത്ര അങ്ങ് അടുത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഐസ്ക്രീമെല്ലാം കഴിച്ചതിന് ശേഷം ആടുന്ന ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ നമ്മൾ പോകുന്നത് കണ്ണൂർ കോട്ടയിലേക്കാണ്. നല്ല വെയിലായിരിക്കും എന്നറിയാം, എന്നാലും വെറുതെ പിള്ളേരെയും കൊണ്ട് അവരെ കുറച്ച് സമയം അവരുടേതായ ലോകത്ത് വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ണൂർ കോട്ടയിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ടാവുമായിരിക്കും. 10:30 പിന്നെ 11 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 9:10 ബസ്സിനെങ്ങാനാണ് ചുഴലിയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കോട്ടയിലെത്തി. അവിടുന്ന് പിന്നെ ടിക്കറ്റെല്ലാം മുറിച്ച് അകത്തേക്ക് കിടക്കുവാണ്. കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട കേട്ടോ. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവിടെ ഫ്രീ ആണ്. 15ആണോ 10ആണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും മാത്രമേ ടിക്കറ്റ് വേണ്ടി വന്നിട്ടുള്ളൂ. നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമേ കുട എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നു. അപ്പോൾ റിക്കൂട്ടൻ അമ്മയെ എടുക്കുക, അമ്മ പൂജ എന്ന് എന്നിട്ട് റിക്കൂട്ടൻ വിളിക്കുക അമ്മ പൂജ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൂജേൻ്റെ കയ്യിൽ തന്നെയാണ്. ഇടയ്ക്ക് ഇറങ്ങി നടക്കും കേട്ടോ. പിന്നെ ഇതേപോലെ പൂവും പുല്ലെല്ലാം കാണുമ്പം അതെല്ലാം പറിച്ചിട്ട് ഇത് അമ്മക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുവാണ്. കോട്ടയിൽ മുന്നേയും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നാലും നമ്മൾ എവിടെയാണ് പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ മക്കളെയും കൊണ്ട് എവിടെ പോകുന്നില്ലൊരു കൺഫ്യൂഷൻ നമുക്ക് തലേന്നേ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് പയ്യാമ്പലത്ത് പോവാം, കോട്ടയിൽ പോവാം, കുറച്ച് സമയം അവർക്കൊരു സന്തോഷമല്ലേ, അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ നേരെ കോട്ടയിലേക്ക് പോയത്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിന്, നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോഷൂട്ടും ബർത്ത്ഡേൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങനെയുള്ള ഓരോ പരിപാടികൾ സൈഡിലായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കലായിരുന്നേ. ഏകദേശം ഒരു വർഷം മുന്നെയാണ് ലാസ്റ്റ് ഞാൻ കോട്ടയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ സംഘത്തിൻ്റെ ഒരു ടൂറിനാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ഈ കടലിൻ്റെ ഈ സൈഡിൽ ഇതേപോലെ വേലിയൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ കല്ല് കണ്ട, ആ കല്ലിൻ്റെ മുകളിലെല്ലാം കയറി നിന്നിട്ട് നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇപ്പോൾ ആണ് ഈ ഒരു കമ്പി വേലിയെല്ലാം കിട്ടിയത്. അങ്ങനെ പിന്നെ പിള്ളേരെയും കൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് കടലെല്ലാം കാണിച്ചു കൊടുത്തു. റിക്കൂട്ടനെല്ലാം കടൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഭയങ്കര വെയിലായതുകൊണ്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയി കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ റിക്കൂട്ടനെ ഈ ഒരു കല്ലിൻ്റെ മുകളിൽ പിടിച്ചെടുത്തിട്ട് ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അവൻ ഇരുന്ന് തന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ അമ്മേനോട് എടുക്കുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവൻ പെട്ടെന്ന് താഴെ ഇറങ്ങിയിട്ടാണ്. പിന്നെ ഇതൊരു കല്ലും എടുത്തിട്ട് പോകുന്നുണ്ട്, കടലിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ ആ വേലി ഉള്ളതുകൊണ്ട് അപ്പുറത്തേക്ക് ഇടാൻ പറ്റൂലല്ലോ. എന്നാലും വെറുതെ അവൻ അതുവരെ പോയിട്ട് വന്നു കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അവിടെ നിന്ന് ആ കടലിൻ്റെ ആ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എന്നുവെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ നല്ല സുഖമായിരിക്കും അവിടെ നിൽക്കാനും കാഴ്ചകൾ കാണാനും എല്ലാം. ഇത് നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കുറച്ച് തണലത്തേക്ക് മാറി പോവുകയാണ് കേട്ടോ. ഏതെങ്കിലും തണലത്തെത്തിയിട്ട് അവരെ അവിടെ കളിക്കാനാക്കിയാൽ നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ തണലത്തേക്ക് വരുവാണ്. അതിൻ്റെ ഇടയിൽ ഈ പീരങ്കീൻ്റെ മുകളിൽ കയറി ഇരുത്തിയിട്ട്
പിന്നെ ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ഒരുപാട് ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും 1-2 ഫോട്ടോസെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ അവരെയും കൊണ്ട് നമ്മൾ നേരെ ഒരു മരച്ചോട്ടിൽ പോയിട്ട് നമ്മൾ ഇരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം തണലുണ്ടായിനെ. അവിടെ ഇങ്ങനെ 2-3 വലിയ മരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് ഇവരെ പിന്നെ അവിടെ കളിക്കാൻ വിട്ടു. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടത്, ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം പറയണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ ഈ വീഡിയോ മിക്കവാറും കാണുക ഡിസംബർ 3-നായിരിക്കും. ഞാൻ ഡിസംബർ 3-ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് വെക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഡിസംബർ 3-ന് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഡിസംബർ 3-ന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളെ റിക്രൂട്ടൻ്റെ 3ാം ബർത്ത്ഡേ ആണ് കേട്ടോ, ഡിസംബർ 3-ന്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ റിക്രൂട്ടനെ വിഷ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഓരോ ഹാപ്പി ബർത്ത്ഡേ റിക്രൂട്ടിന് പറയുക. അപ്പോൾ ഞാനും റിക്രൂട്ടിനൊരു ഹാപ്പി ബർത്ത്ഡേ പറയുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറഞ്ഞു നിർത്തിയേ. അപ്പോൾ എല്ലാവരും റിക്രൂട്ടിനെ വിഷ് ചെയ്യുക. 3-ാം തീയതിയാണ് കേട്ടോ റിക്രൂട്ടൻ്റെ ബർത്ത്ഡേ. അങ്ങനെ പിന്നെ പിള്ളേരിതാ ഭയങ്കര കളിയായിരുന്നു. ഇവർ ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇവരെ കൂട്ടിയിട്ട് വന്നത്. എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ മക്കൾ. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ പുറത്ത് പോകുമ്പം അവർക്ക് ഭയങ്കര അതൊരു സന്തോഷമായിരിക്കും അല്ലേ. അവരെ സന്തോഷമാണ് നമ്മളെ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരിങ്ങനെ ഇങ്ങനെ ഓടിക്കളിച്ച് അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വല്ലപ്പോഴും ഇതുപോലെ പുറത്തെല്ലാം പോകുമല്ലോ. ഇവിടെ നമ്മളെ എന്താണ് ഏട്ടൻ വരുന്ന സമയത്ത് എവിടെയെങ്കിലും നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവും, അല്ലെങ്കിൽ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവും, അങ്ങനെയെല്ലാം. പിന്നെ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇതുപോലെ പുറത്തെല്ലാം പോകുമല്ലോ. അപ്പം അതെല്ലാം ഒരു എന്താണ് എപ്പോഴും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. അങ്ങനെ പിന്നെ നമ്മളിതാ കോട്ടേൻ്റെ മുകളിലേക്ക് കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ആ ഒരു കടൽ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 3-4 സ്റ്റെപ്പ് കയറിയിട്ട് ആ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് താഴെ ഇറങ്ങി നമ്മളിത് അതിൻ്റെ അകത്തേക്ക് കൂടി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇതിലേക്ക് കൂടി നടക്കുമ്പോൾ ഓർമ്മ വന്നത് ഓ സൈനബ എന്നുള്ള പാട്ടില്ലേ, അതാണ് കേട്ടോ. ആ പാട്ട് ഇടുന്നതാണ് ഷൂട്ട് ചെയ്തതെന്നാണ് തോന്നുന്നത്. ഇതേ സ്ഥലമല്ലേ ആ പാട്ടിൻ്റെ അകത്തുള്ളത്. അങ്ങനെ ആ നന്ദൂട്ടിയും ദേവൂട്ടിയും ഇത് അതിലീൽ ഓടിക്കളിക്കുന്നത്. റിക്കൂട്ടൻ നമ്മളെ അമ്മപ്പൂജൻ്റെ കേശം തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് പയ്യാമ്പലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഉച്ചയായതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി നല്ലോണം വന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ബീച്ചിനടുത്തില്ല ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിർത്തിക്കോ, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ അതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ നിങ്ങൾ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നടക്കാനേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതാ ഹോട്ടലിൽ കയറി. പേരൊന്നും ഞാൻ മറന്നുപോയി കേട്ടോ. നമ്മൾ റിക്രൂട്ടിന് ഇതാ ടിഷ്യൂ എടുത്തിട്ട് എല്ലാവർക്കും തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. ഞാൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തതിന്. പൂജിയും പിന്നെ നന്ദും ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു എന്താണ് ഷാപ്പിലെ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. ഫ്രൈഡ് റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരുന്നു. ഞാൻ ദേവൂട്ടിക്ക് സെപ്പറേറ്റ് വാങ്ങലില്ല കേട്ടോ. ഞാനും ദേവൂട്ടിയും കൂടെ എന്ത് വാങ്ങിയാലും ആ ഒന്ന് ഷെയർ ഇട്ട് കഴിക്കുക, അല്ലെങ്കിൽ വേസ്റ്റാവും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നമ്മളെ പയ്യാമ്പലത്തേക്ക് നടക്കുവാണ്. അവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം പാർക്കിലേക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റെല്ലാം മുറിച്ചു. അവിടെ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ഇല്ലു, ബാക്കി അങ്ങോട്ടേക്ക് ടിക്കറ്റ് മുറിക്കണം കേട്ടോ. അങ്ങനെ കയറി. അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പാർക്കിൽ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനില്ല ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പം പോയപ്പാട് നന്ദു വേഗം അതിലെല്ലാം കയറി കളിക്കുന്നുണ്ട്. ദേവൂട്ടി ആദ്യമൊന്നും കളിച്ചിട്ടില്ലെങ്കിലും പിന്നെ ഓരോന്നിലും ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ദേവൂട്ടിക്ക് ഇങ്ങനെ ഭയങ്കര മടിയാണ്. ദേവൂട്ടി ഇങ്ങനെ റിക്രൂട്ടൻ്റെ പുറകെ തന്നെയായിരുന്നു കേട്ടോ. ഓക്ക് ഓനുമായിട്ട് ഇങ്ങനെ കമ്പനി ആവണമെന്നില്ല ഭയങ്കര ഇതുണ്ടായിന്. അപ്പോൾ ചില സമയത്ത് ഓൻ അവരെ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ടായിന്, ചില സമയത്ത് അമ്മേൻ്റെ കയ്യിൽ തന്നെയാണ്. ഇത് കണ്ട ലാസ്റ്റ് രണ്ടാളും കൂടെ ഒരു ഇതിനകത്തെല്ലാം കയറിയിരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിന്. ഓനും ഇവർ കളിക്കുന്നത് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇവർ ആ നിരങ്ങുന്ന സാധനത്തിൽ കയറി നിരങ്ങുമ്പോൾ ഇവൻ താഴെ വന്നിട്ട് ഊരിക്കോ എന്ന് പറയുന്നുണ്ട്. നിരങ്ങിക്കോ എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ട മാറി നിന്നിട്ട് ഇവർ കളിക്കുന്നത് ഓൻ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഓൻ അതിൻ്റെ അകത്ത് കയറുന്നില്ല കേട്ടോ. ഓനെല്ലാവരും കളിക്കുന്നത് ഇങ്ങനെ കണ്ട് ആസ്വദിക്കലായിരുന്നു. പിന്നെ അവിടെ ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നന്ദുവും ദൈവമെല്ലാം പോയിട്ട് ഊഞ്ഞാലെല്ലാം ആടി. അപ്പോൾ 2 ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. രണ്ടാളും 2 സ്ഥലത്ത് പോയിട്ട് ആടിയിട്ട് മാറി മാറി എന്നെ വിളിക്കലായിരുന്നു അമ്മയെ ആട്ടിത്താന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് സമയം കൂടെ നമ്മൾ അവിടെ നിന്ന് കളിച്ചു കേട്ടോ. കണ്ട തൊട്ടപ്പുറത്തൊരു ഊഞ്ഞാലുണ്ടേ, അതിൻ്റെ അകത്തും പോയിട്ട് ഇവർ ആടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഊഞ്ഞാലിലായാലും ഭയങ്കര അടിയായിരുന്നു, രണ്ടാൾ എനക്കാടണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത് അപ്പുറത്ത് ഊഞ്ഞാലിലും പോയിട്ട് ആടുന്നുണ്ട്. റിക്കൂട്ടനെ പിന്നെ ഊഞ്ഞാലാടാൻ വിളിച്ചിട്ടൊന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ. അവനിങ്ങനെ ഒരാൾ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കലായിരുന്നു. കണ്ട
അവർ രണ്ടാളും ഇങ്ങനെ അതിലേക്കൂടെ എല്ലാവരും കളിക്കുന്നത് കണ്ടിട്ടെല്ലാം നടക്കുന്നുണ്ട്. അവൻ പകുതി ഇങ്ങനെ കയറും നിറങ്ങാൻ വേണ്ടിയിട്ട്, പിന്നെ ഞാൻ ഊരുന്നില്ല എന്നും പറഞ്ഞ് തിരിച്ച് താഴത്തേക്ക് തന്നെ വന്നു. അങ്ങനെ കുറച്ച് സമയം പാർക്കിലും കളിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇതാ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം ബീച്ചിലും കൂടെ കളിച്ചിട്ട് നമുക്ക് തിരിച്ച് പോകാനുള്ളതാണ്. എന്നാൽ മാത്രമേ ഒരു 6-6:30 ആകുമ്പോഴത്തേക്കെങ്കിലും നമുക്ക് വീട്ടിലെത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിതാ നേരെ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. വലിയ വെയിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെയിലെല്ലാം കുറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ പിള്ളേർക്ക് ഈ കടലെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ആവേശമല്ലേ അല്ലേ. സാധാരണ ദേവൂട്ടിയൊന്നും കടലിൽ ഇറങ്ങലേ ഇല്ല കേട്ടോ. ഇതുവരെ പോയിട്ട് ദേവൂട്ടി അങ്ങനെ കടലിൽ ഇറങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ അന്നെന്തോ ദേവൂട്ടി വലിയ പ്രശ്നമില്ലാണ്ട് കടലിൽ ഇങ്ങനെ സൈഡിലോട്ട് നിന്നിട്ടായാലും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റിക്കൂട്ടനാണെങ്കിൽ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് മണ്ണെല്ലാം വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടിട്ടിട്ട് കളിക്കലായിരുന്നു. ഓനും ആദ്യമൊന്നും അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല. പക്ഷെ കടൽ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓനിതാ മണ്ണ് വാരി കൊണ്ടുവരും, എന്നിട്ട് അതിങ്ങനെ ആ സൈഡിൽ കൊണ്ടുപോയി ഇടും. അതായിരുന്നു ഓൻ്റെ കളി. ലാസ്റ്റ് ഒന്ന് പൂജൻ്റെ കയ്യും പിടിച്ചിട്ടൊന്ന് ചെറുതായിട്ട് കടലിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ ഞാനും ഇങ്ങനെ സൈഡിലേക്ക് കൂടി ബാഗും കാര്യങ്ങളെല്ലാം ഇല്ലേ, എനിക്കും കടലിൽ പോയാൽ അതിൽ ഇറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ബാഗെല്ലാം കയ്യിലുള്ളതുകൊണ്ട് ഞാനും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാനും കരയിൽ തന്നെ നിൽക്കുക ചെയ്തത്. ലാസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാല് കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും പിന്നെ ഇതാ കളി തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കിയാട്ടാ. എന്താ വെച്ചാൽ അന്ന് ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സെല്ലാം കുറവായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് കയറി. ഇതാ ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നന്ദുവും ദേവും പിന്നെ മാങ്ങയാണ് ഞാൻ വാങ്ങിന്. ഞാനും പൂജിയും പിന്നെ പൈനാപ്പിളും വാങ്ങി. റിക്കൂട്ടൻ അതൊന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ അവർ ഈ ബബിൾസ് ആക്കുന്ന സാധനമില്ലേ, അതെല്ലാം വാങ്ങി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ പൈനാപ്പിളെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ഓരോ ലൈമും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ലൈം കുടിക്കാൻ കയറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കോളിഫ്ലവറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വാങ്ങി. അങ്ങനെ അതും കഴിച്ച് പിന്നെ റിക്കൂട്ടനും ദേവൂട്ടിയും ആദ്യം ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിച്ചത് റിക്കൂട്ടൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. പോകാൻ വേണ്ടി വണ്ടിയിൽ കയറുമ്പോഴത്തേക്ക് നമ്മൾ റിക്കൂട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി. ഏകദേശം ഒരു 6:30 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലെത്തുമ്പം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നമ്മളെ റിക്കൂട്ടിനെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുക. അതേപോലെ നിതിൻസ് ഡ്രീം വേൾഡ് എന്നുള്ള ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവരെ വീഡിയോസ് എല്ലാം കാണുക, അവരെ വിശേഷങ്ങളെല്ലാം കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.